അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് അനാർ വെച്ചിട്ട് അഥവാ മാതള നാരങ്ങ ഇത് വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പഞ്ചാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു പഞ്ച് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു അനാർ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു അനാറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ എങ്ങനെയാണ് കളയുന്നത് നോക്കാം. ഞാൻ ഇതിൻ്റെ മുമ്പേ ഒരു അനാർ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയൊരു ഷേക്കിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. എങ്കിലും ഈ ഒരു വീഡിയോയിൽ ഞാനൊന്നുകൂടെ കാണിക്കുകയാണ്. ഇതേപോലെ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. മുഴുവനായിട്ട് കട്ട് ചെയ്യേണ്ട. ആ സൈഡ് ഭാഗമൊക്കെ അത്യാവശ്യം ഒന്നുള്ളിലേക്ക് കയറുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് ഇതേപോലെ ഇത് മുകളിലോട്ടങ്ങ് പൊക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ 4 അറകളായിട്ട് നമുക്കിതേപോലെ കാണാൻ പറ്റും. ആ കാണുന്ന ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് താഴെ ഭാഗം വരെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അത്യാവശ്യം ഒന്ന് ഉള്ളിലോട്ട് കയറുന്ന രീതിയിൽ വരഞ്ഞു കൊടുക്കുക. ഈ അനാറിന് 4 അറകളായിരുന്നു ഉള്ളത്. അതൊക്കെ ഞാൻ ഇതേപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. മുഴുവനായിട്ട് പൊട്ടിപ്പോവണ്ട. അടിഭാഗം അതേപോലെ തന്നെ നിൽക്കുക. ഈ ഒരു മുകൾ ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് താഴോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. ഇനി നമുക്കിത് ഉള്ളം കയ്യിൽ വെക്കുക. ഈ കമഴ്ത്തി വെച്ചിട്ട് കത്തിയുടെ ആ ഒരു ബാക്ക് ഭാഗം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ കൊട്ടി കൊടുക്കുക. അങ്ങനെ കൊട്ടി കൊടുക്കുന്ന സമയത്ത് അതിനുള്ളിലുള്ള ആ ഒരു ഭാഗമൊക്കെ അങ്ങ് ഈ ഒരു പ്ലേറ്റിലോട്ട് വന്നോളും. നമ്മൾ ഇങ്ങനെ കൊട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലൊന്നും ഒട്ടും കറയൊന്നും ആവാതെ വളരെ സിമ്പിളായിട്ട് പുറത്തോട്ട് എടുക്കാൻ പറ്റും. അതേപോലെ ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഏകദേശം ഒരു 99% തന്നെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ താഴോട്ട് വരും. പിന്നെ ഒരു 4-5 പീസൊക്കെ ചിലപ്പോൾ അതിനുള്ളിലുണ്ടാവും. അത് അവസാനം നമുക്കങ്ങ് കൈ വെച്ചിട്ട് എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഞാനിതിവിടെ കൂട്ടി കൊടുത്തപ്പോൾ ഏകദേശം ഒരു 5-6 പീസൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും ബാക്കിയൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ കൊട്ടിയിട്ട് പുറത്തോട്ട് എടുക്കാം. ഞാനിതിവിടെ മുഴുവനായിട്ട് കൊട്ടി കൊടുത്ത് എല്ലാം പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ നമ്മൾ കൊട്ടി കൊടുക്കുമ്പോഴേക്കും എല്ലാം തന്നെ പുറത്തോട്ട് പോരും. അതല്ലാതെ നമ്മുടെ കയ്യിലൊന്നും ഒട്ടും കറിയൊന്നും പിടിക്കില്ല. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു മാതളം മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അതേപോലെ ഒരുപാട് അങ്ങോട്ടും ബ്ലെൻഡ് ചെയ്തെടുക്കാനും പാടില്ല. മിക്സിയുടെ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒരു 5 സെക്കൻഡ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. അതിനുശേഷം ഓഫ് ചെയ്യുക. വീണ്ടും ബ്ലെൻഡ് ചെയ്യുക. അങ്ങനെ ഒരു 4 പ്രാവശ്യമായിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കാണിക്കാം. ഞാനിതിവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിനുള്ളിലുള്ള ഒരു കുരു ഒന്നും അരിഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ബാക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ട് 5 സെക്കൻഡ് മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്നത്. ഇനി ഞാനിതൊരു സ്റ്റെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഒരു കുരുവൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിതിവിടെ കംപ്ലീറ്റ് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു കുരുവൊക്കെ നമുക്കിതിൻ്റെ മുകളിൽ കാണാൻ പറ്റും. ഒട്ടും അരിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഇതേപോലെ വേണം കിട്ടാനായിട്ട്. ഇല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു കളറ് കംപ്ലീറ്റ് അങ്ങ് മാറിപ്പോവും. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു അനാറിന് അത്യാവശ്യം പുളിയൊക്കെ ഉള്ളതാണെങ്കിൽ എക്സ്ട്രാ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയെടുത്തതൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നിർബന്ധമൊന്നുമില്ല. ഇനി ഞാനിതിലേക്കൊരു 2 പീസ് മിൻറ്റ് ലീവ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മുറിച്ചെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഒരു 1/2 ഗ്ലാസ്സിനടുത്താണ് ഇപ്പോൾ അനാറിൻ്റെ ജ്യൂസ് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാനിതിലേക്ക് കുറച്ച് 7up ചേർത്ത് കൊടുക്കുന്നുണ്ട്. 7up അതല്ലെങ്കിൽ സോഡയോ സ്പ്രൈറ്റോ മെറിൻഡ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റിലൊക്കെ മാറ്റം വരും.
അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ കുടിക്കാം. പക്ഷേ ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. വീണ്ടും മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു.